സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. അപ്പോസ്തലനായ പൗലോസ് തീത്തോസിന് എഴുതിയതായ ലേഖനം 2-ാമത്തെ അധ്യായം 6-ാമത്തെ വാക്യം. ഔവണ്ണം യൗവനക്കാരെയും സുബോധമുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്ക. യൗവനക്കാർ എങ്ങനെയായിരിക്കണമെന്നാണ് പറയുന്നത്? സൗണ്ട് മൈൻഡ്. അതായത് ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ അത് വേറൊരു അർത്ഥമാണ് വരുന്നത്. സൗണ്ട് മൈൻഡ്, അതായത് കോമൺ സെൻസ് ഉള്ളവരായിരിക്കുക. ഏറ്റവും കുറഞ്ഞത് സമാധാനത്തോടെ, മര്യാദയോടെ, സ്വസ്ഥമായിട്ട്, നിർമ്മലമായി, ശാന്തമായി. എന്താണ് പറയുന്നത്? പുരുഷന്മാർ, യൗവനക്കാരായ പുരുഷന്മാർ സമാധാനമുള്ളവരായിരിക്കണമെന്നാണ് പറയുന്നത്. പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പുരുഷന്മാർ എന്ന് പറയുമ്പോൾ അവർ ചിന്തിക്കുന്നത് എന്താണ്? വളരെ രോക്ഷത്തോടുകൂടി അവർ ചിന്തിക്കും, ഞാനൊരു പുരുഷനാണ്, ഞാൻ ആണാണ്, എനിക്ക് എവിടെ വേണമെങ്കിലും പോകുവാൻ കഴിയും, ഞാനൊരു പുരുഷനാണ്, എനിക്ക് എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം, നീ സ്ത്രീയാണ്, നീ പക്ഷെ അങ്ങനെ ആയിരിക്കാൻ പാടില്ല എന്ന രീതിയിലാണ് ഇന്ന് ആളുകൾ സംസാരിക്കുന്നത്. അപ്പോൾ സ്ത്രീ എന്താണ് പറയുന്നത്? നീ പോകുകയാണെങ്കിൽ ഞാനും പോകും, നീ ചെയ്യുകയാണെങ്കിൽ ഞാനും ചെയ്യാനിടയാകും. അങ്ങനെ മത്സരിക്കുകയാണ് ഇന്ന് കാണുന്നത്. അങ്ങനെ നിങ്ങൾ മത്സരിക്കുകയാണെങ്കിൽ ഇവിടെ നഷ്ടപ്പെടുന്നത് ആരുടെ കുടുംബമാണ്? നിങ്ങളുടെ കുടുംബമാണ്. നിന്റെ കുടുംബമാണ് നശിക്കുന്നത്. അങ്ങനെ വിടാൻ പാടില്ല. നിന്റെ കുടുംബത്തെ മുൻപോട്ട് കൊണ്ടുപോകേണ്ടതായ ചുമതല പുരുഷനായിരിക്കുന്ന നിന്റെ മേൽ ആണ് ഉള്ളത്. സ്ത്രീ സമ്പാദിച്ചു കൊണ്ടുവരുമ്പോൾ പുരുഷൻ വെറുതെ ഇരുന്ന് കഴിക്കുന്നത് എന്തുകൊണ്ടാണ്? ഭാര്യയെ ജോലിക്ക് വേണ്ടി വിട്ടിട്ട് വീട്ടിൽ കൂട്ടുകാരുടെ ഒത്തുചേർന്ന് ചീട്ട് കളിക്കുന്ന പുരുഷന്മാരെ ഒരുപാട് പേരെ എനിക്കറിയാവുന്നതാണ്. അത് നീതിയല്ല, അത് അന്യായമാണ്. നിന്റെ വീട്ടുകാരെ നീ നോക്കുന്നില്ല എങ്കിൽ നീ അവിശ്വാസിയേക്കാൾ നശിച്ച വ്യക്തിയാണ്. ആദാമിനെ ദൈവം ശപിച്ചപ്പോൾ എന്താണ് പറഞ്ഞത്? നീ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി നിന്റെ ആഹാരം സമ്പാദിക്കണമെന്ന്. പുരുഷന്മാർ അധ്വാനിച്ച് വിയർപ്പൊഴുക്കി ഭാര്യയെയും മക്കളെയും പരിപാലിക്കണം. വിവാഹം കഴിക്കാൻ പോകുന്ന വ്യക്തിക്ക് ഭാര്യയെയും മക്കളെയും നോക്കുവാൻ കഴിയുമോ എന്ന് പരിശോധിക്കേണ്ടതാണ്. അങ്ങനെ കഴിയുമെങ്കിൽ മാത്രമേ വിവാഹം കഴിക്കാവൂ, അല്ലെങ്കിൽ വിവാഹം കഴിക്കുവാൻ പാടില്ല, ഓർക്കണം. അതുപോലെ സ്ത്രീധനം കൊടുക്കുന്ന വിഷയത്തിൽ 20-22 വയസ്സ് വരെ അവളെ വളർത്തി പഠിപ്പിച്ച് അതിനുശേഷം അവൾക്ക് സമ്പത്തും ഭാഗമായിട്ട് കൊടുക്കണമെന്നാണോ? യഥാർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ ബൈബിൾ പ്രകാരം നീ അങ്ങോട്ടാണ് സ്ത്രീധനം കൊടുക്കേണ്ടത്. ആ പെൺകുട്ടി തന്റെ വീട്ടുകാരെയുമെല്ലാം ഉപേക്ഷിച്ച് നിന്റെ കൂടെ വരുന്ന സമയത്ത് നീ അങ്ങോട്ടാണ് സ്ത്രീധനം കൊടുക്കേണ്ടത്. പുരുഷൻ കഷ്ടപ്പെടണം, അവൻ അധ്വാനിച്ച് സമ്പാദിക്കണം. ഒരു പണിയും ചെയ്യാത്തവർ വയലിൽ പോയി കൃഷി ചെയ്യണം. ഒരു പണിയും ചെയ്യാത്തവൻ ഭക്ഷണം കഴിക്കാൻ പാടില്ല. സത്യം പറയുക, ജോലി ചെയ്യുന്നവരാണോ കൂടുതൽ കഴിക്കുന്നത്, അതോ ജോലി ചെയ്യാത്തവരാണോ? ജോലി ചെയ്യുന്ന ആളുകൾക്ക് ആഹാരം കൊടുത്താൽ ജോലി തിരക്കിനിടയിൽ അവർ കഴിക്കാൻ മറന്നുപോകും. ആ കാഫിയും ആ ചായയും ഒന്നും അവർ കുടിക്കത്തില്ല. എന്നാൽ പണി ചെയ്യാത്ത ആളുകളെ നോക്കുക, അവൻ ഏത് സമയം തിന്നുകൊണ്ടേയിരിക്കുകയാണ്. വീണ്ടും ചോദിക്കും ഇനിയും എന്തെങ്കിലും ഉണ്ടോ എന്ന്. അവർക്ക് തീറ്റയാണ് പണി, എപ്പോഴും തീറ്റ തന്നെയാണ്. ശ്രദ്ധിക്കുക, മദ്യപാനികളും തീറ്റിപ്രിയന്മാരും സ്വർഗരാജ്യം അവകാശമാക്കുകയില്ല. നീ തീറ്റിപ്രിയനാണെങ്കിൽ നിന്റെ കഴുത്തിന് കത്തിവെക്കുക, കൺട്രോൾ ചെയ്യുക. ആഹാരമില്ലാതെ രോഗം വന്നിരിക്കുന്ന ആളുകളെക്കാൾ ആഹാരമില്ലാതെ രോഗം വന്നവർ വളരെ കുറവാണ്. അതുകൊണ്ട് ആഹാരത്തിന്റെ വിഷയത്തിൽ നാം ജാഗ്രതരായിരിക്കണം. ആഹാരത്തിന് തിടുക്കം കാട്ടരുത്. ആഹാരത്തിന് തിടുക്കം കാട്ടുന്ന ആരാണെന്നറിയാമോ? നായ്ക്കളാണ് ആഹാരത്തിന് തിടുക്കം കാട്ടുന്നത്. ആ നായ്ക്കുട്ടിയുടെ വായിലൊരു എല്ലിൻ കഷ്ണമുണ്ട് എങ്കിൽ മറ്റു നായ്ക്കൾ എന്താണ് ചെയ്യുന്നത്? ആ നായയുടെ പിന്നാലെ ഓടിപ്പോയിട്ട് ഒരുപാട് കഷ്ടപ്പെട്ട് ആ എല്ലിൻ കഷ്ണം കിട്ടുന്നത് വരെ അത് ഓടിക്കൊണ്ടേയിരിക്കും. അവസാനം അത് തട്ടിയെടുത്ത് നോക്കുന്ന സമയത്ത് എല്ലിൻ കഷ്ണം എന്താണ്? ഉണങ്ങിയിരിക്കുന്നതായ എല്ലിൻ കഷ്ണമാണ്. അങ്ങനെ അനേകം ആളുകളും ഈ കാലത്ത് മറ്റൊരാളുടെ വയറ്റത്തടിച്ചിട്ട് നന്നാകുവാൻ വേണ്ടി മറ്റൊരാൾക്ക് ദോഷം ചെയ്തുകൊണ്ട് പണം സമ്പാദിക്കാൻ ശ്രമിക്കുന്നു. എന്നാൽ എന്താണ് ചെയ്യേണ്ടത്? നീ നിന്റെ അധ്വാന ഫലത്തെ ദൈവത്തിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ചു കൊടുത്താൽ അവൻ അതിനെ അനുഗ്രഹിക്കും. നീ അധ്വാനിച്ചുണ്ടാക്കിയത് അല്പമാണെങ്കിലും അത് അനുഗ്രഹിക്കപ്പെടും. ദൈവത്തിന്റെ അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ നിന്റെ അധ്വാന ഫലത്തിലുള്ളതായ അനുഗ്രഹമാണ്. ഒരുപാട് പേർ കഷ്ടപ്പെടുന്നു, എന്നാൽ അനുഭവിക്കുന്നില്ല. അനേകം ആളുകൾ ഒരുപാട് കഷ്ടപ്പെട്ട് അവർ പണം സമ്പാദിക്കുന്നു, എന്നാൽ യഥാർത്ഥമായി അവരത് അനുഭവിക്കുന്നില്ല. എന്നാൽ യഥാർത്ഥമായ ഒരു ദൈവ പൈതൽ ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ അനുഭവിക്കും. വെറുതെ പണത്തിന് പിറകെ പോവുകയില്ല, ഭാര്യ വീട്ടുകാരെ ശല്യം ചെയ്യുകയില്ല. എന്തെങ്കിലും ഒരു ഉത്സവം വരികയാണെങ്കിൽ നേരെ ഭാര്യയെ വീട്ടിലേക്ക് പറഞ്ഞുവിടും, നീ പോകൂ, നിന്റെ അപ്പന് പ്രോവിഡന്റ് ഫണ്ട് കിട്ടി, പോയി വാങ്ങിച്ചോണ്ട് വാ, അല്ലെങ്കിൽ അവിടെ വസ്തു വിറ്റിട്ടുണ്ട്, ഓടിപ്പോയി വാങ്ങുക എന്ന് പറഞ്ഞുകൊണ്ട് കല്യാണം കഴിച്ചിട്ട് 20-30 വർഷം കഴിഞ്ഞാലും ഭാര്യ വീട്ടിലേക്ക് വിടുന്ന ആളുകൾ എന്താണ് വിളിക്കേണ്ടത്? ഇക്കാലത്ത്
ഭാര്യ വീട്ടുകാരെ എന്തിനാണ് ആശ്രയിച്ച് ജീവിക്കുന്നത്? കഷ്ടപ്പെട്ട നിന്റെ ഭാര്യയെയും മക്കളെ നീ പരിപാലിക്കുക. അതാണ് ദൈവത്തിന്റെ അനുഗ്രഹം. അതാണ് ബൈബിളിന്റെ പദ്ധതി. മനുഷ്യൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്ന് പറഞ്ഞ് ദൈവം അവന് തക്ക തുണയായ സ്ത്രീയെ കൊടുത്തു. ആ സ്ത്രീയെ സംരക്ഷിക്കേണ്ട ചുമതല, ആ സ്ത്രീയുമായിട്ട് ഒത്തുചേർന്ന കുടുംബം കെട്ടിപ്പടുക്കേണ്ടതായ ചുമതല നിന്റെ മേലുണ്ട്. യൗവന മക്കൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കുടുംബത്തിന്റെ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കണം. എന്താണ് വരുമാനം, ചിലവ് എത്രയാണ് എന്നുള്ള കാര്യങ്ങൾ, കണക്കിന്റെ കാര്യങ്ങൾ ആരും തന്നെ പലപ്പോഴും ശ്രദ്ധിക്കാറില്ല. പണം കയ്യിലുള്ള സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതെ മൊത്തം ചിലവഴിച്ചു കളയും. പിന്നെ കടം വാങ്ങിയിട്ട് ദുഃഖിക്കുകയാണ് ചെയ്യുന്നത്. അത് ശരിയായ നടപടിയല്ല. ബൈബിളിന്റെ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, സത്യ ഉപദേശം എന്താണെന്ന് വെച്ചാൽ, വലിയ വലിയ അത്ഭുത കാര്യങ്ങൾ പറഞ്ഞിട്ട് വെറുതെ ഇരിക്കുന്നത് അല്ല, വളരെ നിസ്സാരമായ കാര്യങ്ങളെയും പരിഗണിക്കുന്നതാണ്. ഈ ലോകത്തിലെ ഏറ്റവും ശ്രേഷ്ഠമായ വിഷയം നമ്മുടെ കുടുംബമാണെന്നുള്ള കാര്യം ഓർക്കുക. ജോലിയുള്ളത് നഷ്ടപ്പെട്ടേക്കാം, കൂട്ടുകാരുള്ളത് നഷ്ടപ്പെട്ടേക്കാം, നമ്മുടെ ബന്ധുമിത്രാദികളും എല്ലാവരും നമ്മളെ വിട്ടിട്ട് പോയേക്കാം. അവസാനം ബാക്കിയാകുന്നത് നീയും നിന്റെ ഭാര്യയും മക്കളുമാണ്. നിങ്ങൾക്ക് ആ വിഷയം അറിയാമോ? നിങ്ങൾക്ക് ആ വാസ്തവം അറിയാമോ? നിങ്ങളുടെ മക്കളുടെ വിവാഹം കഴിഞ്ഞതിന് ശേഷം, അവർ അവരുടെ കാര്യം നോക്കി പോയതിനു ശേഷം ബാക്കിയാവുന്നത് ആരാണ്? വല്യപ്പനും വല്യമ്മയും. കണ്ടില്ലേ, നിങ്ങൾ രണ്ടുപേരുമാണ് ബാക്കിയാവുന്നത്. നിങ്ങൾ ഒരുപോലെ നിൽക്കുകയാണെങ്കിൽ, ദൈവം നിങ്ങളോട് കൂടെയുണ്ടെങ്കിൽ നിങ്ങൾ വാർദ്ധക്യത്തിലും ഫലം കായ്ക്കുവാൻ ഇടയാകും. മക്കളെ നാം നേരായ രീതിയിൽ വളർത്തിക്കൊണ്ടുവന്നാൽ അവർ മുതിരുമ്പോൾ വലിയ ആളുകളായിട്ട് മാറും. ചെറുപ്പത്തിൽ തന്നെ മക്കളെക്കുറിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്. ഞാൻ വേല ചെയ്യുന്നതായ കാലത്ത് എൻ്റെ ഭാര്യയ്ക്ക് ഒരു ജോലി വരുവാനിടയായി. അത് ദൂരദേശത്താണ് കിട്ടിയത്. ഞാൻ പറഞ്ഞു, നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് ശുശ്രൂഷയിലായിരിക്കണം. എൻ്റെ ഭാര്യ വീട്ടുകാരും ഒരുപാട് ദുഃഖിച്ചു. നിങ്ങൾ ദൈവവേല എന്ന് പറഞ്ഞ് നടക്കുന്നു, ഇവിടെ നിങ്ങൾക്കൊരു സപ്പോർട്ടുമില്ല, ഫോറിൻ സപ്പോർട്ടുകൾ ഒന്നും തന്നെ ഇല്ല, എങ്ങനെ നിങ്ങൾ ജീവിക്കും? അതുകൊണ്ട് പെൺകുട്ടിയെ ജോലിക്ക് വിടുക. ഞാൻ പറഞ്ഞ് സാധിക്കില്ല, ഞങ്ങൾ രണ്ടുപേരും ശുശ്രൂഷയിൽ ഒരു സ്ഥലത്ത് ആയിരിക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ ആ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയിട്ട് ശുശ്രൂഷ ചെയ്യുക. ഞാൻ പറഞ്ഞു, അവിടെ പറ്റത്ത്, എന്നെ ദൈവം അയച്ചെടുത്താണ് ഞാൻ ശുശ്രൂഷ ചെയ്യുന്നത്. എൻ്റെ ഭാര്യയുടെ ശമ്പളം നോക്കി അവിടെ പോയി സേവ ചെയ്യണമോ? അങ്ങനെ സാധിക്കില്ല. അങ്ങനെ ഒരുപാട് തർക്കിക്കുവാനിടയായി. അങ്ങനെ അതിനുശേഷം മക്കളുണ്ടാകാനിടയായി, 2-3 കുഞ്ഞുങ്ങൾ ഉണ്ടാകാനിടയായി. അതിനുശേഷം പിന്നെ ജോലിയുടെ കാര്യം പറയേണ്ടതായിട്ട് വന്നില്ല. പ്രധാനപ്പെട്ട ജോലി എന്താണെന്ന് വെച്ചാൽ മക്കളെ വളർത്തിക്കൊണ്ടുവരിക. ഞാൻ ദൈവവേല ചെയ്തുകൊണ്ട് ദേശത്തൊക്കെ പോയിക്കൊണ്ടിരുന്നതായ സമയത്ത് എൻ്റെ ഭാര്യ എൻ്റെ മക്കളെ വളർത്തുമായിരുന്നു. അതുകൊണ്ട് അവർ ഇന്ന് വളർന്നപ്പോൾ ദൈവത്തിന്റെ വേല ചെയ്യുന്നു. അവരെ ഹോസ്റ്റലിൽ നിർത്തുകയായിരുന്നെങ്കിൽ അവസാനം എന്തായിരിക്കുമായിരുന്നു സ്ഥിതി? അല്ലെങ്കിൽ ഈ ലോകത്തിൽ ഏതെങ്കിലും ജോലി ചെയ്ത് ജീവിക്കുമായിരുന്നു. എന്താണ്? വിശ്വാസികളായിരിക്കുന്ന മാതാപിതാക്കൾക്ക് ഉണ്ടാകുന്നതായ മക്കളും വിശ്വാസികളായിട്ട് തന്നെ മാറണം. ദൈവത്തിന്റെ വേല ചെയ്യും. എൻ്റെ ഭാര്യ വെളിയിലേക്ക് അങ്ങനെ വരികയില്ല. പിറകിലിരുന്നു കൊണ്ട്, വീട്ടിലിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. ഇപ്പോൾ കൊച്ചുമക്കളുണ്ട്, അവരെയും നോക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ എൻ്റെ ഭാര്യയ്ക്ക് ജോലി കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് ഞാനും നാട്ടിൽ പോകുന്നു. എന്നാൽ എൻ്റെ മക്കളെ ശ്രദ്ധിക്കാതിരുന്നാൽ എന്തു പറ്റും? നിങ്ങൾ ചിന്തിക്കുക. നിങ്ങളുടെ മക്കൾ നിങ്ങൾക്ക് കിട്ടിയ ദാനമാണ്, ദൈവത്തിന്റെ അനുഗ്രഹമാണ്. ഈ ലോകത്തിൽ നിങ്ങൾക്കുള്ള സമ്പത്ത് എന്താണെന്ന് വെച്ചാൽ, എൻ്റെ സമ്പത്ത് എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ മക്കളാണെന്നാണ് ഞാൻ പറയുന്നത്. മറ്റൊരു സമ്പത്തുമില്ല. എൻ്റെ മക്കൾ മാത്രമാണ് എൻ്റെ സമ്പത്ത്. എൻ്റെ മക്കളാണ് എൻ്റെ സമ്പത്ത്. നിന്റെ മക്കളാണ് നിന്റെ സമ്പത്ത്. നിന്റെ മകൻ പറയുകയാണ്, പപ്പ പേടിക്കേണ്ട, ഞാനുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ധൈര്യം നിനക്ക് എന്താണ് വേണ്ടത്? അതിനേക്കാൾ വലിയ ആശ്വാസം എന്താണ്? മറ്റുള്ള ആളുകൾ വന്നിട്ട് നിന്നെ സഹായിക്കുമെന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നിന്റെ മകൻ വന്നിട്ട് പപ്പ പേടിക്കണ്ട, ഞാനുണ്ടെന്ന് പറയുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ധൈര്യം നിനക്ക് എന്താണുള്ളത്? ആശ്വാസം നിനക്ക് എന്താണുള്ളത്? എന്നാൽ ഈ കാലത്ത് നോക്കി, എൻ്റെ മക്കൾ എന്നെ നോക്കുന്നില്ല, എന്നെ തള്ളിക്കളഞ്ഞിരിക്കുന്നു, എന്നെ കരുതുന്നില്ല, എന്നെ ശ്രദ്ധിക്കുന്നില്ല. നീ ചെയ്യുന്നത് തന്നെയാണ് നിനക്ക് തിരിച്ചു ലഭിക്കുന്നതും. നീ നിന്റെ മക്കളെ ശ്രദ്ധിച്ച് വളർത്തുന്നില്ലെങ്കിൽ നാളെ നിന്റെ മക്കൾ നിന്റെ വിഷയത്തിലും ശ്രദ്ധിക്കുകയില്ല. നീ എന്താണോ ചെയ്യുന്നത് അത് തന്നെ ചെയ്യും. നിന്റെ മാതാപിതാക്കളോട് നീ എന്ത് ചെയ്തു അത് തന്നെ നിന്റെ മക്കൾ നിന്നോട് ചെയ്യും. ഒരു കുടുംബത്തിലൊരു പ്രായമുള്ള മനുഷ്യനുണ്ടായിരുന്നു. ആ മനുഷ്യനെ അദ്ദേഹത്തിന്റെ മകനാണ് നോക്കിക്കൊണ്ടിരുന്നത്. വെളിയിലൊരു കുടിലിൽ ആണ്, ഒരു വൃത്തിഹീനമായ സ്ഥലത്താണ് താമസിപ്പിച്ചത്. അങ്ങനെ അദ്ദേഹം അവിടെ കിടന്ന് മരിച്ചിട്ട് ആ കട്ടിലൊക്കെ എടുത്തു മാറ്റുന്നതായ സമയത്ത് ആഹാരം കൊടുത്തുകൊണ്ട് ചെറിയൊരു പാത്രം അവിടെ ഉണ്ടായിരുന്നു. അത് കാണുന്നില്ല. മോനോട് ചോദിച്ചു, മകനെ, ആ പാത്രം എവിടെ? നിന്റെ മുത്തച്ഛൻ്റെ ആ പാത്രം എന്ത് ചെയ്യുന്നു ചോദിച്ചപ്പോൾ, ഡാഡി, ഞാനതെടുത്ത് മാറ്റി വെച്ചിരിക്കുകയാണെന്ന് പറഞ്ഞു. നിനക്കെന്തിനാണ് ഒന്നിനും കൊള്ളാത്തതായി വൃത്തികെട്ട പാത്രം? അപ്പന് പ്രായമാകുമ്പോൾ തരേണ്ടതല്ലേ? നിങ്ങൾ പ്രായമാകുമ്പോൾ നിങ്ങൾക്ക് നൽകേണ്ടതല്ലേ? നീ എന്താണോ വിതയ്ക്കുന്നത് അതുതന്നെ ജീവിതത്തിൽ കൊയ്യുവാനും ഇടയാകും. ഈ ലോകത്തിൽ ഏറ്റവും വിലയേറിയത് നിങ്ങളുടെ കുടുംബമാണ്.
നിങ്ങളുടെ കുടുംബത്തെ ഉപേക്ഷയായി വിചാരിക്കരുത്. നിങ്ങൾ എവിടൊക്കെ പോയാലും എവിടൊക്കെ പോയി ജോലി ചെയ്താലും തീർച്ചയായിട്ടും വൈകുന്നേരമാകുമ്പോൾ നിങ്ങളുടെ വീട്ടിലേക്ക് വരിക. പക്ഷികളെ നോക്കൂ, രാത്രിയാകുമ്പോൾ വീട്ടിൽ വരും. അവ നാട് മുഴുവൻ കറങ്ങിപ്പോകുവാനിടയാകും. എന്നാൽ വൈകുന്നേരമാകുമ്പോൾ കൂട്ടിൽ ചേരുവാനിടയാകും. എന്നാൽ ഇന്നുള്ള പുരുഷന്മാർ എന്തുകൊണ്ടാണ് വീട്ടിൽ വരാത്തത്? എന്റെ പിതാവാണെങ്കിൽ മാനസാന്തരപ്പെട്ട ശേഷം ഒരു നിയമം വെച്ചു, എവിടെ പോയാലും 6 മണിയാവുമ്പോൾ കറക്റ്റ് വീട്ടിൽ വന്നിരിക്കണമെന്ന്. നിങ്ങളുടെ മക്കൾ പാതിരാത്രിയായാലും വീട്ടിൽ വരാതിരിക്കുമ്പോൾ നിങ്ങൾ എന്തിനാണ് മിണ്ടാതിരിക്കുന്നത്? നിങ്ങൾ എന്തിനാണ് കാത്തിരിക്കുന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾ പോയി അന്വേഷിക്കാത്തത്? എന്താണ് ചെയ്യേണ്ടത്? ദൈവത്തിന്റെ കാവൽ, സ്വർഗത്തിന്റെ അടയാളമാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്നതായ കുടുംബം. നമുക്ക് എന്തിനാണ് ദൈവം വീട് നൽകിയിരിക്കുന്നത്? നീ കുടുംബമായിട്ട് ജീവിക്കുവാൻ, സന്തോഷിക്കുവാൻ, കിടന്നുറങ്ങുവാൻ, ഭാര്യ ഭർത്താക്കന്മാർ മക്കൾ സന്തോഷത്തോടെയായിരിക്കുവാൻ, ഹൃദയത്തെ പങ്കുവയ്ക്കുവാൻ, സമാധാനത്തോടുകൂടി വിശ്രമിക്കുവാൻ വേണ്ടിയാണ്. എന്നാൽ അനേകം ആളുകളുടെ കുടുംബങ്ങൾ ഇന്ന് നരകതുല്യമായിരിക്കുകയാണ്. ലോത്തിന്റെ വീട്ടിലേക്ക് ദൈവദൂതൻ കടന്നു വന്നില്ല. അകത്തേക്ക് വരാൻ പറഞ്ഞപ്പോൾ ദൈവദൂതൻ പറയുകയാണ്, ഞാൻ അകത്തേക്ക് വരില്ല എന്ന്, ഞാൻ വീതിയിൽ തന്നെ ആയിരുന്നോളാം എന്ന്. എന്തുകൊണ്ടാണ്? ലോത്തിന്റെ വീട് പാപത്താൽ നിറയപ്പെട്ടിരിക്കുകയാണ്. അവിടേക്ക് അനേക ജനങ്ങൾ, അനേക പാപികൾ കടന്നു വന്നുകൊണ്ടേയിരിക്കുകയാണ്. നിങ്ങളുടെ വീട്ടിലെ വെളിയിലുള്ള ആളുകൾ എത്ര പേർ വരും? ഇതെല്ലാം എന്തിനാണ് ചോദിക്കുന്നത്? ഞാൻ വേണം ചോദിക്കാതിരിക്കാം. നിങ്ങളുടെ വീട്ടിലേക്ക് എല്ലാവരെയും വരുവാൻ അനുവദിക്കരുത്. പ്രധാനമായും യൗവനക്കാരായ മക്കളുണ്ടെങ്കിൽ അന്യരെ നിങ്ങളുടെ ബെഡ്റൂമിലേക്ക്, അതുപോലെ നിങ്ങളുടെ അടുക്കളയിലേക്ക് വരുവാൻ അനുവദിക്കരുത്. അഥവാ എന്തെങ്കിലും പണി ഉണ്ടെങ്കിൽ തന്നെ ആദ്യത്തെ മുറിയിൽ തന്നെ വന്നിരുന്നിട്ട് അവിടെ നിന്ന് തിരിച്ചു പോകാൻ അനുവദിക്കണം. നിങ്ങളോടൊപ്പം അകത്തേക്ക് വന്നിട്ട് നിങ്ങളുടെ ബെഡിലും നിങ്ങളുടെ കസേരയിലും വന്നിരിക്കേണ്ടതായ ആവശ്യം ഇല്ല. എത്ര പേർ വഞ്ചിക്കപ്പെടുന്നുണ്ട്, എത്ര പേർക്ക് നഷ്ടമുണ്ടാകുന്നു എന്നറിയാമോ? നിങ്ങളുടെ വീടിന് ഒരു സുരക്ഷിതത്വം, നിങ്ങളുടെ വീടിനൊരു കാവൽ ഉണ്ടായിരിക്കേണ്ടതാണ്. നിങ്ങളുടെ വീട്ടിലൊരു ചിട്ട ഉണ്ടായിരിക്കണം. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ മക്കൾ അന്യ യൗവനക്കാരെ നിങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുവരികയാണെങ്കിൽ അനുവദിക്കരുത്. എൻ്റെ ഫ്രണ്ടാണെന്ന് പറയരുത്. ആ ഫ്രണ്ട് തന്നെ അവസാനം കെണിയാവും. എന്താണ് ഫ്രണ്ട് എന്ന് പറഞ്ഞ് നശിപ്പിക്കുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. പ്രാണസ്നേഹിതൻ എന്ന് പറഞ്ഞിട്ട് പ്രാണൻ എടുക്കുന്ന എത്രയോ ആളുകളുണ്ട്. നിങ്ങളുടെ മക്കളെ കാക്കുക. മാതാവെന്ന നിലയിൽ അവരെ ശ്രദ്ധിക്കുക. അവരെ നിങ്ങൾ നിരീക്ഷിക്കേണ്ടതാണ്. മാതാവായ നീയൊരു കാവൽക്കാരിയാണ്. നിന്റെ മക്കളുടെ കാവൽക്കാരിയാണ്. നിന്റെ ഭർത്താവിനൊരു കാവൽക്കാരിയാണ്. പുരുഷനായ നീ നിന്റെ ഭാര്യയ്ക്ക് കാവൽക്കാരനാണ്. നിന്റെ മക്കൾക്ക് കാവൽക്കാരനാണ്. നിന്റെ മക്കളെക്കുറിച്ച് ദൈവം നിന്നോട് കണക്ക് ചോദിക്കും. നിന്നെ വിശ്വസിച്ച് 3 മക്കളെ തന്നപ്പോൾ, 2 മക്കളെ തന്നപ്പോൾ നീ എന്താണ് ചെയ്തത് എന്ന് ദൈവം നിന്നോട് ചോദിക്കുവാനിടയാകും. എൻ്റെ കാര്യം മാത്രമാണ് ഞാൻ ശ്രദ്ധിച്ചത്, എൻ്റെ ഭക്തി മാത്രമാണ് നോക്കിയത്, ഞാൻ മാത്രം ചർച്ചിലൊക്കെ പോയി, എൻ്റെ മക്കളുടെ കാര്യം എന്നോട് ചോദിക്കരുത്, എനിക്കറിയില്ല എന്ന് പറഞ്ഞാൽ വെറുതെ ഇരിക്കുമോ? ദൈവത്തോട് നാം ഇതിനെല്ലാം കണക്ക് ബോധിപ്പിക്കേണ്ട കാര്യമുണ്ട്. കഴിഞ്ഞ ദിവസം അനേകം ആളുകൾ വന്നിട്ട് വേദനയോടുകൂടി, എൻ്റെ ഭാര്യ മാനസാന്തരപ്പെട്ടില്ല, എൻ്റെ ഭർത്താവിനൊരു മാനസാന്തരവുമില്ല എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഒരുപാട് വേദന തോന്നി. കർത്താവേ, ഇവരെ എങ്ങനെയാണ് മാനസാന്തരപ്പെടുത്തേണ്ടത്? എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ഇവരുടെ മാനസാന്തരത്തിന് വേണ്ടി ഞാൻ എങ്ങനെയാണ് പ്രാർത്ഥിക്കേണ്ടത്? ചില സമയത്ത് പ്രാർത്ഥിക്കുക മാത്രമല്ല, ആ മനുഷ്യനോട് ഡയറക്റ്റ് പോയി സംസാരിക്കുവാൻ എനിക്ക് തോന്നലുണ്ടാകും. എന്തുകൊണ്ടെന്നാൽ ആ വ്യക്തിയുടെ അടുക്കൽ പോയിട്ട് മുഖാമുഖം കണ്ടിട്ട് ആ വ്യക്തിയോട് വചനം സംസാരിക്കുമ്പോൾ ആ വ്യക്തിയുടെ ഹൃദയത്തിൽ സ്പർശിക്കുകയാണെങ്കിൽ തീർച്ചയായും അവൻ്റെ ജീവിതത്തിൽ മാറ്റമുണ്ടാകും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നിങ്ങൾ ദയവ് ചെയ്ത് അതുകൊണ്ട് അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരിക. അനുസരണമില്ലാത്ത മക്കളെ കൂട്ടിക്കൊണ്ടുവരിക. അവരോട് പറയണം, നിന്നെ വഴക്കു പറയിപ്പിക്കാൻ വേണ്ടിയല്ല, ദൈവദാസൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കും. അതുപോലെ പാസ്റ്റർ എൻ്റെ സഹോദരനാണെന്ന് പറയുക. എല്ലാവരും എന്നെ അങ്ങനെ തന്നെയാണ് പറയുന്നത്. എനിക്കത് വളരെ സന്തോഷമാണ്. ദൈവദാസൻ എന്ന് പറയുകയാണെങ്കിൽ എല്ലാവരും വളരെ സീരിയസോടെ ആയിരിക്കും കാണുന്നത്. എന്തൊക്കെയുണ്ട്. എന്നാൽ ഞാൻ അങ്ങനെയല്ല. ഞാൻ കുഞ്ഞുങ്ങളുമായിട്ട്, പ്രായമുള്ള ആളുകളുമായിട്ടും എല്ലാം വളരെ ചേർന്ന് സ്നേഹത്തോടു കൂടി ഇടപെടുകയും അവരെ സ്നേഹിതരെ പോലെ കാണുകയും ചെയ്യും. എനിക്കതൊരു ശീലമാണ്. ആ രീതിയിലാണ് ഞാൻ സേവ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ യേശുവിൻ്റെ സ്നേഹമാണത്. യേശു ക്രിസ്തു സേവ ചെയ്ത സമയത്ത് നിന്റെ സഹോദരന്മാരും അമ്മയും വന്നിരിക്കുന്നു എന്നറിയിച്ചപ്പോൾ യേശു എന്താണ് പറഞ്ഞത്? എൻ്റെ അമ്മ വന്നു എന്ന് പറഞ്ഞ് ഓടിപ്പോയോ? ഇല്ല. എന്താണ് പറഞ്ഞത്? ഇതാ എൻ്റെ വചനമനുസരിക്കുന്നതാ ഇവരാണ് എൻ്റെ സഹോദരന്മാരും എൻ്റെ സഹോദരിമാരും എൻ്റെ അമ്മയും എന്ന്. കണ്ടില്ലേ? യേശുവിൻ്റെ സ്നേഹത്താലാണ് നാം പ്രവർത്തിക്കേണ്ടത്. ഒരു സഭയെന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് ഒരു കുടുംബമെന്നാണ്. മക്കളുടെ കാര്യമെല്ലാം സ്നേഹത്തോടു കൂടി അവരെ നാം വളർത്തിക്കൊണ്ടുവരേണ്ടതാണ്. നാം മക്കളെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് പിശാച് അവരെ ശ്രദ്ധിക്കുകയും അവരുടെ ജീവിതത്തിൽ പ്രവേശിക്കുകയും ചെയ്യുന്നത്. അവരെ തെറ്റായ വഴിയിലേക്ക് കൊണ്ടുപോകുന്നു. യൗവനക്കാരായിരിക്കുന്നതായ മക്കൾ ദൈവത്തിന്റെ ഹിതമന്വേഷിച്ചാണ് ജീവിക്കേണ്ടത്. വിവാഹക്കാര്യത്തിൽ എടുത്തുചാടി തീരുമാനിക്കരുത്. ഇഷ്ടമുണ്ടെന്ന് പറഞ്ഞു പോയി വിവാഹം കഴിക്കരുത്. അവരുടെ വിവാഹം ദൈവത്തിന്റെ അനുഗ്രഹത്താൽ, മുതിർന്നവരുടെ അനുഗ്രഹത്താൽ നടന്നെങ്കിലേ നന്മയാവുകയുള്ളൂ.
മാതാപിതാക്കളുടെ അനുവാദം കൂടാതെ അവരെ ധിക്കരിച്ച് വിവാഹം കഴിക്കുന്നവർ, മാതാപിതാക്കളുടെ സഹായം കൂടാതെ പിന്നീട് എന്തെങ്കിലും പ്രശ്നം വന്നാൽ ഒന്നും ചെയ്യുവാൻ കഴിയാതെ എത്രയോ ആളുകൾ അവരുടെ ജീവിതത്തെ നശിപ്പിക്കുന്നുണ്ട്. കുടുംബങ്ങളെക്കുറിച്ച് ബൈബിളിൽ ഒരുപാട് ഉപദേശങ്ങളുണ്ട്. സഭയിൽ സ്ത്രീകൾ മര്യാദക്കാരായിരിക്കണം, പുരുഷന്മാർ നല്ലവരായിരിക്കണം, വൃദ്ധന്മാർ നന്നായിരിക്കണം, കുഞ്ഞുങ്ങൾ നന്നായിരിക്കണം, ദൈവത്തോട് ഭയവും ഭക്തിയും ഉള്ളവരായിരിക്കണം. നിങ്ങൾ ദൈവത്തിന്റെ ആലയത്തിൽ എങ്ങനെ ആയിരിക്കണം എന്നുള്ളത് പൗലോസ് ആ കാലത്ത് തിമോത്തിയോസിനും അതിനുശേഷം തീത്തോസിനോടും ഉപദേശിച്ചു കൊടുത്തിട്ടുണ്ട്. പൗലോസ് ഉപദേശിക്കുന്ന സമയത്ത് തീത്തോസിനോട് നിങ്ങൾ കാര്യങ്ങളെ ക്രമപ്പെടുത്തുക എന്ന ഒരു വാക്കുണ്ട് ഇതിൽ. അത് നമുക്ക് വായിച്ചുകൊണ്ട് മുൻപോട്ട് പോകാം. തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 5-ാമത്തെ വാക്യം. ഞാൻ ക്രേത്തയിൽ നിന്നെ വിട്ടേച്ചു പോകുന്നത് ശേഷിച്ച കാര്യങ്ങളെ ക്രമത്തിലാക്കേണ്ടതിനും. എന്താണ് പറയേണ്ടത്? ക്രമപ്പെടുത്തുക, ക്രമത്തിലാക്കുക. ക്രമപ്പെടുത്തുന്നത് നിനക്ക് ഇഷ്ടമല്ലല്ലോ എന്ന് ദൈവത്തിന്റെ വചനത്തിൽ പറയുന്നുണ്ട്. ക്രമപ്പെടുത്തലിനെ ഇഷ്ടപ്പെടാത്ത ആർക്കും തന്നെ ജീവിതത്തിൽ നന്മ പ്രാപിക്കാൻ കഴിയില്ല. നാം തെറ്റുകൾ ചെയ്യാറുണ്ട്, എന്നാൽ ആ തെറ്റുകളെയെല്ലാം ക്രമപ്പെടുത്തുകയാണെങ്കിൽ ജീവിതത്തിൽ അനുഗ്രഹം പ്രാപിക്കാൻ കഴിയും. നമ്മുടെ കുഞ്ഞുങ്ങൾ ചെറുപ്പത്തിൽ ABCD ഒക്കെ പഠിക്കുന്ന സമയത്ത് ആദ്യം ടീച്ചർമാർ എങ്ങനെയാണ് പഠിപ്പിക്കുന്നത്? കുഞ്ഞിൻ്റെ വിരൽ പിടിച്ചുകൊണ്ടാണ് എഴുതിപ്പിക്കുന്നത്. എനിക്ക് എൻ്റെ ഒരു അനുജനുണ്ടായിരുന്നു. എഴുതിപ്പിക്കുന്ന സമയത്ത് അവനെ എഴുതിപ്പിക്കുന്നതായ സമയത്ത് അവനത് തിരിച്ചായിരുന്നു എഴുതുന്നത്. അത് കുറേ കാലം പരിശ്രമിച്ചിട്ടായിരുന്നു പിന്നീട് അവനെ കൊണ്ട് നേരെ എഴുതിപ്പിച്ചത്. ചില സമയത്ത് നമ്മുടെ ജീവിതത്തിലും തെറ്റായ വഴിയിൽ കൂടി പോകും, തെറ്റായ മാർഗത്തിൽ പോകും. നാം കേട്ടതായ ഉപദേശം അനുസരിച്ചോ അല്ലെങ്കിൽ കേട്ടതായ ഏതെങ്കിലും ആരുടെയെങ്കിലും വാക്ക് കേട്ടുകൊണ്ടോ അതാണ് ശരിയെന്ന് വിചാരിച്ചുകൊണ്ട് നാം തെറ്റായ മാർഗത്തിൽ പോകുവാനിടയാകും. എന്നാൽ അത് തെറ്റാണ് എന്ന് വെളിപ്പെടുത്തിക്കൊണ്ട് ഇതാണ് ശരിയായ മാർഗം എന്ന് കാണിച്ച് നടത്തുന്നതാണ് ക്രമപ്പെടുത്തുക എന്ന് പറയുന്നത്. ക്രിസ്ത്യാനിയുടെ ജീവിതത്തിൽ ക്രമപ്പെടുത്തൽ ഏറ്റവും അത്യാവശ്യമാണ്. എന്നെ ക്രമപ്പെടുത്തണമേ, എന്നെ സഹായിക്കണമേ, എന്നെ ഒരുക്കണമേ, എന്നെ ശോധന ചെയ്യണമേ, പരിശോധിക്കണമേ എന്ന് ദാവീദ് പറയാനിടയായി. എന്നെ പരിശോധിക്കണമേ, വ്യസനത്തിലുള്ള മാർഗം എന്നിലുണ്ടോ എന്ന് നോക്കിക്കൊണ്ട് എന്നെ നിന്റെ നേരായ മാർഗത്തിൽ നടത്തണമേ എന്ന് പ്രാർത്ഥിച്ചു. നോക്കുക, ഇന്ന് കുടുംബങ്ങളിലാണ് പിശാച് ഒരുപാട് പ്രവർത്തിക്കുന്നത്. ക്രിസ്തീയ കുടുംബങ്ങളിലും പിശാച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാരെ തമ്മിൽ ഭിന്നിപ്പിക്കുന്നു, കുടുംബ അംഗങ്ങളെ തമ്മിൽ കലഹിപ്പിക്കുന്നു. അനാവശ്യമായ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുത്ത് ക്രിസ്തീയ വിശ്വാസങ്ങളെ വില കുറച്ച് കാണുകയാണ് പലപ്പോഴും ചെയ്യുന്നത്. ക്രിസ്തീയ കുടുംബങ്ങളിൽ ക്രിസ്തീയ മാതാപിതാക്കൾക്ക് ജനിച്ചതായ മക്കൾ പോലും ഇന്ന് വഴിതെറ്റിപ്പോകുന്നു, ലോകക്കാരെ പോലെ ജീവിക്കുന്നു. അതിന്റെ കാരണം നിന്റെ മക്കളുടെ വിഷയത്തിൽ നീ ശ്രദ്ധ കാട്ടുന്നില്ല, മക്കളെ അച്ചടക്കത്തിൽ വളർത്തുന്നില്ല. മകനെ ശിക്ഷിക്കേണ്ടതാണ്. നിങ്ങൾക്കറിയാമോ, വടി ഉപയോഗിക്കാത്തവൻ തന്റെ മകനെ എന്താണ് പകയ്ക്കുകയാണ് എന്ന് പറഞ്ഞ് പട്ട എന്ന് പറഞ്ഞ് കുഞ്ഞിനെ തല്ലരുത്. വടി ഉപയോഗിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ് മക്കളെ ഇഷ്ടമുള്ളതുപോലെ തല്ലരുത്. ഒരു ദേവദാസൻ ഉണ്ടായിരുന്നു, വീട്ടിൽ വടി വെച്ചിട്ടുണ്ട്. മോനെന്താ തെറ്റിയപ്പോൾ ഇവിടെ വാടാ, കൈ നീട്ടടാ എന്ന് പറഞ്ഞു. കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവ് എത്ര അടിയവന് കൊടുക്കണം? അങ്ങനെ പ്രാർത്ഥിച്ച സമയത്ത് 3 അടി ലഭിക്കുവാൻ വേണ്ടി നിയോഗം കിട്ടി. നീട്ട്, 1, 2, 3 പോടാന്ന് പറഞ്ഞു. അതിനുശേഷം ആ കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് കരയുമായിരുന്നു. എടാ മോനെ, നീ ഇനി അങ്ങനെയൊന്നും തെറ്റുകളൊന്നും ചെയ്യരുത്, അതുകൊണ്ടാണല്ലോ നിന്നെ അടിച്ചത് എന്ന് പറഞ്ഞ് ആ കുഞ്ഞിനെ ഉപദേശിക്കുവാനിടയായി. അപ്പോൾ കുഞ്ഞ് പറഞ്ഞു, ശരി ഡാഡി. എന്താണ്? അതാണ് ക്രമപ്പെടുത്തുക എന്ന് പറയുന്നത്. അല്ലാതെ അടിക്കുക എന്ന് പറഞ്ഞെന്ന് വലിയ വിറകഷ്ണമെടുത്ത് എന്തിനാണ് തല്ലുന്നത്? ചില റിമോട്ട് എടുത്തിട്ടാണ് അടിക്കുന്നത്, അല്ലെങ്കിൽ ഫോൺ എടുത്തെറിയും. അങ്ങനെയൊന്നും ചെയ്യുവാൻ പാടില്ല. എന്താണ് പറയുന്നത്? ബാലൻ നടക്കേണ്ടുന്ന വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് മറന്നു പോകുകയില്ല. നീ ചെറുപ്രായത്തിൽ 4-5 വയസ്സുള്ളപ്പോൾ തന്നെ അവനെ പഠിപ്പിച്ചാൽ അവൻ മുതിർന്നാൽ പിന്നെ നീ അവനെ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല. അവൻ ദൈവത്തിന്റെ വചനമനുസരിച്ച് മുൻപോട്ട് പോകും. അതുകൊണ്ട് മക്കളെക്കുറിച്ച് നമുക്ക് ശ്രദ്ധയോടെ ആയിരിക്കാം. ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ കലഹിക്കുവാൻ പാടില്ല, പിണങ്ങുവാൻ പാടില്ല. ആ വിഷയത്തിന് വേണ്ടി കർത്താവിന്റെ സന്നിധിയിൽ മുഴങ്കാൽ മടക്കി പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ശരിയായ ഉപദേശം നൽകുവാൻ കഴിവുള്ളവരായ ദൈവദാസന്മാരുടെ അടുക്കൽ ചെല്ലുക, പറയുക. അല്ലാതെ നിങ്ങളുടെ വീട്ടിൽ പറയുകയാണെങ്കിൽ അവരുടെ അമ്മയോട് പറഞ്ഞാൽ പ്രശ്നം വലുതാവുകയല്ലാതെ പരിഹാരമുണ്ടാവുകയില്ല. കാരണം അവളുടെ അമ്മയ്ക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ്, ഇവന്റെ അമ്മയ്ക്ക് ഇവനെയും വളരെ ഇഷ്ടമാണ്. പലപ്പോഴും മൂന്നാമതൊരാൾ തലയിടുന്നത് കൊണ്ടാണ് പ്രശ്നം ഗുരുതരമായി മാറുന്നത്. മക്കളുടെ വിവാഹം കഴിഞ്ഞാൽ മാതാപിതാക്കൾ കഴിയുമെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക. പ്രശ്നമുണ്ടായാൽ സ്നേഹത്തോടെ ഒരു ഉപദേശം കൊടുക്കുക. അല്ലാതെ നിങ്ങൾ പക്ഷപാതം കാണിച്ചുകൊണ്ട് മകനോടും മകളോടും ഓരോരോ രീതിയിൽ
പക്ഷപാതം കാണിച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ മക്കളും ദുഃഖിക്കും, നിങ്ങളും പിന്നീട് ദുഃഖിക്കുവാനിടയാകും. ഒരേ ഒരു കാര്യം, പരിഹാരം ദൈവത്തിന്റെ കയ്യിലാണുള്ളത്. ഒരു മനുഷ്യന്റെ ഹൃദയത്തിൽ ചെന്ന് ഹൃദയത്തെ മാറ്റാനുള്ള ശക്തി മനുഷ്യനുണ്ടായിരുന്നു എങ്കിൽ ബൈബിൾ നമുക്ക് ആവശ്യമില്ലായിരുന്നു. ഘടികാരത്തിന്റെ സൂചി ഊരിപ്പോയാൽ നമ്മളത് ശരിയാക്കി നേരെയാക്കി വെക്കുകയില്ലേ? അതുപോലെ തന്നെ ഒരു മനുഷ്യന്റെ മനസ്സ് അവന്റെ ഹൃദയത്തിനുള്ളിൽ ചെന്നിട്ട് അവനെ നേരെയാക്കി വെച്ചുകൊണ്ട് ഇനിയും അവൻ ചാരായം കുടിക്കാൻ പാടില്ല, സിഗരറ്റ് വലിക്കാൻ പാടില്ല എന്ന രീതിയിൽ വെക്കുവാൻ കഴിയുമായിരുന്നെങ്കിൽ പിന്നെ ദൈവത്തിന്റെ ആവശ്യമില്ലായിരുന്നു. ദൈവത്തിന് മാത്രമേ മനുഷ്യന്റെ മനസ്സ് മാറ്റുവാനുള്ളതായ ശക്തി ഉള്ളൂ എന്നോർക്കണം. ഒരു മനുഷ്യനും മറ്റൊരു മനുഷ്യനെ മാറ്റുവാൻ കഴിയുകയില്ല. നിന്നെ തന്നെ നിനക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ ആഫ്രിക്കക്കാരനായ ഒരു മനുഷ്യന് അവൻ്റെ ചർമ്മത്തെ മാറ്റിയെടുക്കുവാൻ കഴിയുമോ? ഒരു മനുഷ്യൻ്റെ ജീവിതത്തിലെ രീതികളെ, സ്വഭാവത്തെ മാറ്റുവാൻ കഴിയുമോ? ചീത്ത സ്വഭാവങ്ങളുള്ളതായ മനുഷ്യന് അവനെ തന്നെ മാറ്റുവാൻ കഴിയില്ല. നിനക്ക് സ്വയം മാറുവാൻ കഴിയാതിരിക്കുമ്പോൾ നിന്നെ മാറ്റുവാൻ കഴിയുന്നതായ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് പോകണം. നമുക്ക് രോഗം വന്നാൽ സ്വയം എടുത്ത് കളയുവാൻ കഴിയുകയില്ല. നമുക്ക് വയറ്റിൽ വേദന വരുന്ന സമയത്ത് പെട്ടെന്ന് ആ വേദന വലിച്ചെടുത്ത് കളയുവാൻ കഴിയുമായിരുന്നെങ്കിൽ അത് നല്ലതായിരുന്നു. എന്നാൽ നമ്മുടെ വയറ്റിൽ നമുക്ക് ചെന്നിട്ട് ആ വേദന എടുത്ത് കളയാൻ കഴിയുമോ? കഴിയുകയില്ല. അതുകൊണ്ട് എന്ത് ചെയ്യും? നാം ഡോക്ടറിന്റെ അടുക്കിലേക്ക് പോകും. എന്താണ്? നിനക്ക് സ്വയം മാറ്റുവാൻ കഴിയാത്തതായ ഒരു അവസ്ഥ നേരിടുന്നതായ സമയത്ത് നിനക്കാണെങ്കിൽ കോപം കൂടുതലാണ്. നിന്റെ ഭാര്യയോട് നീ ക്ഷമിക്കത്തില്ല. നിന്റെ ഭാര്യ നിന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. മാനസാന്തരപ്പെടാൻ നീ ആദ്യം മാറ് എന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. രണ്ടുപേരും പറയുന്നത് ഞങ്ങൾക്ക് മാറണമെന്നുണ്ട്, എന്നാൽ ഞങ്ങൾക്ക് അതിന് കഴിയുന്നില്ല എന്ന്. അതുകൊണ്ട് ഇവർ രണ്ടുപേരും എന്താണ് ചെയ്യേണ്ടത്? പരമവൈദ്യനായ കർത്താവിന്റെ സന്നിധിയിലേക്ക് ചെന്ന് പ്രാർത്ഥിക്കണം. കർത്താവേ, എന്നെ മാറ്റണമേ. അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കുക. നിങ്ങളിൽ എത്രത്തോളം മാറ്റം വരുമെന്ന് നിങ്ങൾക്ക് തന്നെ അറിയുവാൻ കഴിയും. കഠിന ഹൃദയമുള്ളവരെ മൃദു ഹൃദയമുള്ളവരാക്കി മാറ്റാൻ കഴിയുന്നവനാണ്. ദുർമാർഗികളെ നല്ല മാർഗത്തിൽ കൊണ്ടുവരുന്ന ദൈവമാണ്. കല്ലുപോലെ ഹൃദയമുള്ളവരെ മൃദുവായ ഹൃദയമുള്ളവരാക്കി മാറ്റാൻ കഴിയും. മോശ വലിയ കോപിഷ്ഠൻ ആയിരുന്നു. രണ്ടുപേർ കലഹിക്കുന്നത് കണ്ടിട്ട് അതിലൊരാളെ കൊല്ലുവാനിടയായി. അത്രത്തോളം കോപം ഉള്ളവനായിരുന്നു. എന്നാൽ ദൈവം അദ്ദേഹത്തിനെ മാറ്റിയോ ഇല്ലയോ? എത്രത്തോളം മാറ്റി? ലോകത്തിലുള്ള എല്ലാവരിലും വെച്ച് ഏറ്റവും സൗമ്യനായിട്ട് മാറി. ഇസ്രായേൽ ജനം എല്ലാവരും അവനെതിരായിട്ട് തിരിഞ്ഞപ്പോഴും അവർക്കെതിരായി കോപിക്കാതെ അവരെ നടത്തുവാൻ ഇടയായി. ഈ ദിവസം നിന്റെ ജീവിതത്തിൽ, നിന്റെ കുടുംബത്തിലൊരു മാറ്റം കൊണ്ടുവരാം. നിന്റെ ഭാര്യയുടെ ജീവിതത്തെ മാറ്റിയെടുക്കാം. നിന്റെ ഭർത്താവിന്റെ ജീവിതത്തെ മാറ്റിയെടുക്കാം. മദ്യപാനികളായിരിക്കുന്ന അനേകം ആളുകളും ഇന്ന് ജീവിതത്തിൽ മാനസാന്തരപ്പെട്ട് ഭാര്യയെയും മക്കളെയും നന്നായിട്ട് നോക്കിയിട്ട് ഈ ലോകത്തിൽ തന്നെ സ്വർഗീയ സന്തോഷം അനുഭവിക്കുന്നതായ അനേകം ആളുകളെ നമുക്കറിയാം. അതുപോലെ എത്രയോ ഭാര്യമാർ, ക്രൂരയായ ഭാര്യമാർ, ഇവളോടൊപ്പം ജീവിക്കുവാൻ കഴിയില്ല എന്ന് പറഞ്ഞിട്ട് വിവാഹമോചനത്തിന് വേണ്ടി തയ്യാറെടുത്തതായ ഭർത്താക്കന്മാർ, അവർ അവസാനം ആ ഭാര്യ തിരികെ വന്നിട്ട് ആ കുടുംബം ഒരുമിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി ജീവിക്കുന്ന എത്രയോ കുടുംബങ്ങളെ എൻ്റെ ജീവിതത്തിൽ എനിക്ക് ചൂണ്ടിക്കാണിക്കുവാൻ കഴിയും. അത് ദൈവത്തിൻ്റെ ശക്തി കൊണ്ടാണ്. ദൈവത്തോടുള്ളതായ പ്രാർത്ഥന കൊണ്ട് നമുക്കത് നേടിയെടുക്കുവാൻ കഴിയുകയുള്ളൂ. നിന്റെ സ്വഭാവത്തിനൊരു മാറ്റം ഉണ്ടാകണം. നിന്റെ പ്രവർത്തനങ്ങൾക്ക് മാറ്റമുണ്ടാകണം. എൻ്റെ പിതാവ് മാനസാന്തരപ്പെട്ടു. എഞ്ചിനീയർ ആയിരുന്ന സമയത്ത് അദ്ദേഹം മാനസാന്തരപ്പെട്ടതിന് ശേഷം അടുത്തുള്ള സഭയിലെ ദേവദാസൻ വന്ന് പറയുവാനിടയായി, നിങ്ങൾ വന്നിട്ട് ഞങ്ങളുടെ സഭയിൽ സാക്ഷ്യം പറഞ്ഞ അനേകർ മാനസാന്തരപ്പെടും എന്ന് പറഞ്ഞപ്പോൾ പിതാവ് പറയാണ്, എൻ്റെ മൂത്തപുത്രൻ ഇനിയും മാനസാന്തരപ്പെട്ടിട്ടില്ല. ഇവിടെ മൂത്തപുത്രൻ എന്ന് പറഞ്ഞത് ആരെക്കുറിച്ചാണ്? ഇതാണ് ജയ്പോൾ. എൻ്റെ മൂത്ത മകൻ മാറിയിട്ടില്ല, എൻ്റെ ഇളയ മക്കൾ മാറിയിട്ടില്ല, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേർ മാനസാന്തരപ്പെടുവാനുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ തന്നെ ഞാൻ വന്ന് സാക്ഷ്യം പറഞ്ഞാൽ ഇവർ എല്ലാവരും പറയുവാനിടയാകും, നോക്കൂ ഇയാൾ വലിയ സാക്ഷ്യമൊക്കെ പറയുന്നു, അയാളുടെ മകൻ എങ്ങനെയാണ് ജീവിക്കുന്നത് നോക്കൂ, അതുകൊണ്ട് അവർ മാനസാന്തരപ്പെടാതെ ഞാൻ സാക്ഷ്യം പറയില്ല എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. 3 മാസത്തെ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഞാൻ മാനസാന്തരപ്പെടുവാനിടയായി. അതിനുശേഷം എൻ്റെ ഇളയ അനിയൻ 9 വയസ്സുള്ള ആ മകൻ പോലും പശ്ചാത്താപത്തോടുകൂടി പ്രാർത്ഥിച്ച് കണ്ണുനീരൊഴുക്കി ജീവിതത്തിൽ മാനസാന്തരം അനുഭവിച്ചു. അവൻ നിന്റെ കുടുംബത്തെ പണിയും. നിന്നെ അവന് മാറ്റുവാൻ കഴിയും. നിന്റെ വീട്ടുകാരെ മാറ്റുവാൻ കഴിയും. എൻ്റെ ഭർത്താവ് മാനസാന്തരപ്പെട്ടിട്ടില്ല, എൻ്റെ മക്കൾ മാനസാന്തരപ്പെട്ടിട്ടില്ല, എൻ്റെ കുടുംബത്തിൽ ഇപ്പോഴും കലഹമുണ്ട്, പ്രശ്നമുണ്ട്, വിവാഹമോചനമാണ്, പരസ്പരം സംസാരിക്കുകയില്ല. നമ്മുടെ ഭാരതത്തിൽ അങ്ങനെയാണ്. പരസ്പരം മിണ്ടത്തില്ല, വിവാഹമോചനവും ചെയ്യത്തില്ല, സംസാരിക്കത്തുമില്ല, വഴക്കുണ്ടാക്കത്തുമില്ല. എന്താണ് പറയുന്നത്? എടാ അമ്മയോട് ചോറെടുത്ത് വെക്കാൻ പറയുക. അമ്മേ, അപ്പൻ പറയുന്നു ചോറെടുത്ത് വെക്കാൻ, എടുത്തു വെച്ചെന്ന് പറയടാ. അപ്പാ, അമ്മ ചോറെടുത്ത് വെച്ചെന്ന് പറയുന്നു. അതാണ് ചോറ് മാത്രമേ വെച്ചിട്ടുള്ളൂ, കുടിക്കാൻ വെള്ളം കൊണ്ടുവെക്കാൻ പറയൂ. അമ്മേ, വെള്ളം കൊണ്ടുവയ്ക്കാൻ പറയുന്നു. വെള്ളം ആദ്യം തന്നെ വെച്ചിട്ടുണ്ടെന്ന് പറയടാ. അപ്പാ, വെള്ളം ആദ്യം തന്നെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇവനങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചാകുകയാണ്. ഇങ്ങനെ ഓടാൻ വേണ്ടിയല്ല മക്കളെ നിനക്ക് ദൈവം തന്നിരിക്കുന്നത്. ഭാര്യ ഭർത്താക്കന്മാരുടെ കോപം ഒരിക്കലും സൂര്യന്റെ അസ്തമനം വരെ ആകരുത്.
തീർച്ചയായും ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഭിന്നതയുണ്ടാകും, ചില സമയത്ത് വഴക്കുണ്ടാകാറുണ്ട്. ഒരു കുടുംബം പോലും ഇന്നുവരെ വിവാഹം കഴിഞ്ഞിട്ട് ഇത്രയും നാളായിട്ട് ഞങ്ങൾക്ക് ഒരു വഴക്കുമില്ല, എപ്പോഴും വളരെ സ്നേഹത്തോടെയാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ സന്തോഷത്തോടെ സഹകരണത്തോടു കൂടിയാണ് ജീവിക്കുന്നത് എന്ന് പറയുവാൻ കഴിയത്തില്ല. അതുകൊണ്ട് കലഹമുണ്ടായാൽ അത് വെച്ചു നീട്ടാതെ ഉടനെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറഞ്ഞ് സംസാരിച്ച് ഒത്തുതീർപ്പാക്കുക. കർത്താവിനോട് ക്ഷമ ചോദിച്ചിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ ആ വീട്ടിൽ ദൈവത്തിന്റെ ദൂതന്മാരുടെ കാവലുണ്ടായിരിക്കും. വഴക്കുണ്ടാക്കിയിട്ട് കിടന്നുറങ്ങുകയാണെങ്കിൽ പിശാച് അവിടെ ചുറ്റിക്കറങ്ങിക്കൊണ്ടേയിരിക്കും. കാരണം എന്താണ്? ദൈവത്തിന്റെ കാവലവിടെയില്ല. ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങളുടെ ഭവനത്തിൽ ഉണ്ടായിരിക്കണമെങ്കിൽ നിങ്ങൾ സമാധാനത്തോടെ ആയിരിക്കണം. ദൈവത്തിന്റെ സമാധാനം നിന്റെ ഭവനത്തിൽ വസിക്കണം. എല്ലാ കുടുംബത്തിലും ദൈവത്തിന്റെ വിടുതൽ ഉണ്ടാകണം. പിശാചിന്റെ താണ്ഡവത്തിൽ നിന്ന് അനേക കുടുംബങ്ങൾ വിടുവിക്കപ്പെടണം. നമുക്ക് കർത്താവിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാം. എല്ലാവർക്കും എഴുന്നേറ്റ് നിൽക്കാം. കർത്താവേ, എൻ്റെ വീട്ടിൽ കലഹമുണ്ട്, എൻ്റെ കുടുംബത്തിൽ ഒരുപാട് പേർ രക്ഷിക്കപ്പെടാനുണ്ട്. എല്ലാ വ്യക്തികളും പ്രാർത്ഥിക്കുക. എൻ്റെ കുടുംബത്തെ നടത്താൻ ആവശ്യമായ കൃപ എനിക്ക് നൽകണമേ. എൻ്റെ മക്കളുടെ കാര്യത്തിൽ ശ്രദ്ധ വഹിക്കാൻ എന്നെ സഹായിക്കണമേ. എൻ്റെ മക്കളെ സ്നേഹിക്കുവാനുള്ള കൃപ നൽകണമേ എന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ഭവനത്തിലേക്ക് നീ വരയണമേ. ഞങ്ങളുടെ വീട്ടിലെ ഇല്ലായ്മ നീ കാണുമാറാകണമേ. വീട്ടിലെ അവസ്ഥകളെ കർത്താവെ നീ കാണണമേ. ഞങ്ങളുടെ വീട്ടിലുള്ള കലഹങ്ങൾ നീ കാണണമേ. ഞങ്ങളുടെ വീട്ടിലുള്ള രോഗങ്ങളെ നീ കാണണമേ. വീട്ടിലെ കുറവുകളെല്ലാം നീ കാണണമേ. ആത്മസ്വരൂപനായ യേശുവേ, എന്നോടൊപ്പം കടന്നു വരണമേ എന്ന് പൂർണ്ണ മനസ്സോടെ പ്രാർത്ഥിക്കുക. ജീവിക്കുന്നവനായ കർത്താവ്, നിന്നെ സ്നേഹിക്കുന്ന കർത്താവ് തന്റെ ദൂതന്മാരെ നിന്റെ ഭവനത്തിന് ചുറ്റും കാവലാക്കി നിന്റെ കുടുംബത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നു. ഇതിനേക്കാൾ കൂടുതലായിട്ട് നിനക്ക് എന്താണ് വേണ്ടത്? ഭാര്യയും ഭർത്താവും ഒരുമിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയാണെങ്കിൽ, ദൈവം തന്നിരിക്കുന്ന മക്കൾ അനുഗ്രഹിക്കപ്പെടുകയാണെങ്കിൽ അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണുള്ളത്? അതിനേക്കാൾ വലിയ ആനന്ദം എന്താണുള്ളത്? നിന്റെ മക്കൾ അനുഗ്രഹിക്കപ്പെട്ട് വരികയാണെങ്കിൽ അതിനേക്കാൾ വലിയ സന്തോഷം നിങ്ങളുടെ ജീവിതത്തിൽ എന്താണുള്ളത്? കർത്താവേ, എൻ്റെ മക്കൾ വഴിതെറ്റി ജീവിക്കുമ്പോൾ ഞാൻ എന്തോ നേടിയെടുത്തു എന്നൊക്കെ പറയുന്നു, ഒരുപാട് സമ്പാദിച്ചു എന്നാണ് വിചാരിക്കുന്നത്. പണം സമ്പാദിക്കുന്നതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. എന്നാൽ എൻ്റെ മക്കളുടെ ഭാവി നശിച്ചു പോകുന്നു. എൻ്റെ മക്കളെക്കുറിച്ച് എനിക്ക് ശ്രദ്ധിക്കുവാൻ കഴിയുന്നില്ല എന്ന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുക. കുടുംബത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങൾ കുടുംബം ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ദൈവത്തിന്റെ ദൂതന്മാർ നിങ്ങളുടെ നടുവിൽ വരും. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ഇടയിൽ വസിക്കുവാനിടയാകും. നിങ്ങളുടെ ഭവനത്തിൽ ഒരു ദോഷവും സംഭവിക്കാതെ, ഒരു ബാധയും നിന്റെ കൂടാരത്തിൽ അടുക്കാതെ സമാധാനം ദൈവം നൽകാനിടയാകും. കർത്താവേ, ഞങ്ങളുടെ ഭവനത്തിൽ സമാധാനം വേണം. ഞങ്ങളുടെ വീട്ടിന്റെ നായകനായിട്ട് നീ തന്നെ വരണമപ്പ. ഞങ്ങളുടെ ഭവനത്തിൽ പിശാചിന്റെ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. ഏതു സമയത്തും കലഹം മാത്രമാണ്. കടബാധ്യതയിൽ നിന്ന് വെളിയിൽ വരുവാൻ കഴിയുന്നില്ല. ഞങ്ങളുടെ പ്രതീക്ഷകളെല്ലാം തകരുന്നു. ഞങ്ങളുടെ ദോഷങ്ങളെല്ലാം കർത്താവേ ഞങ്ങൾ ഏറ്റുപറയുന്നപ്പ. കർത്താവേ, ഭാര്യയായി എന്റെ തെറ്റുകൾ ഞാൻ ഏറ്റുപറയുന്നു. മാതാപിതാക്കളായ ഞങ്ങളുടെ കുറവുകളെല്ലാം ഏറ്റുപറയുകയാണ്. ഞങ്ങളെ സഹായിക്കണമേ എന്ന് കർത്താവിനോട് ചോദിക്കാം. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാവരും നിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ പിശാചിന് ഇടമില്ലല്ലോ കർത്താവേ. ഞങ്ങളുടെ മക്കളിൽ ഒരു മകൻ പോലും പിശാചിന്റെ വഴിയിൽ നടക്കുവാൻ പാടില്ല കർത്താവേ. ഒരു കുളുമ്പ് പോലും ഞങ്ങൾ ഉപേക്ഷിച്ച് കളയില്ലെന്ന് അന്ന് മോശ പറഞ്ഞതുപോലെ ഞങ്ങൾ എല്ലാവരും കടന്നുവന്ന് ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുന്നതിന് വേണ്ടി ഞാനും എന്റെ കുടുംബവുമോ ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് യോശുവ പറഞ്ഞതനുസരിച്ച് കർത്താവ്, ഞങ്ങളുടെ മക്കളെല്ലാവരും രക്ഷിക്കപ്പെടണം. ഞങ്ങളുടെ കുടുംബം എല്ലാവരും നിന്റെ സന്നിധിയിൽ വരുവാനിടയാകണം. കുടുംബമായിട്ട് കർത്താവെ രക്ഷിക്കപ്പെട്ടിട്ട് നിന്റെ സന്നിധിയിലേക്ക് വരുവാൻ വേണ്ടി നീ സഹായിക്കണം. ആ ഒരു ആശയോടെ പ്രാർത്ഥിക്കുന്ന ഈ സമയത്ത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ വലിയ വിടുതല് സംഭവിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ, ആമേൻ, ആമേൻ. നിങ്ങൾക്ക് വേണ്ടി ഞങ്ങളും പ്രാർത്ഥിക്കണമെന്ന് ആശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ ഞങ്ങളെ അറിയിക്കുക. കർത്താവിന്റെ സന്നിധി നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക ഞങ്ങൾ എപ്പോഴും ഒരുക്കത്തോടെയായിരിക്കുന്നു. സ്നേഹം, ദിവ്യ സ്നേഹം, സ്നേഹം, ദിവ്യ സ്നേഹം. അനുഗ്രഹീതമായ ശുശ്രൂഷ നിങ്ങളും പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കർത്താവ് നിങ്ങളെ പ്രേരിപ്പിക്കുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സംഭാവനയും സഹായം ഓൺലൈനിൽ കൂടിയോ DDMO കൂടിയോ ഇപ്പോൾ എല്ലാവർക്കും സൗകര്യപ്രദമായിരിക്കുന്ന ഗൂഗിൾ പേയിൽ കൂടി നിങ്ങളുടെ സംഭാവന അയച്ചു തരാൻ കഴിയും. നിങ്ങൾ അയക്കുന്ന എല്ലാ സഹായവും വിശ്വസ്തയോടെ അവന്റെ നാമത്തിൽ ഉപയോഗിക്കുന്നു. അതിനു തക്കതായ പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കർത്താവിന്റെ ഹിതമെങ്കിൽ വീണ്ടും കാണാം. അപ്പോൾ വരെ ദൈവത്തിന്റെ മഹാകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ.
യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും നീ മാത്രം രാജാവെന്നും യേശുവേ 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 യേശുവേ